ന്യൂയോർക്കിന്റെ പുതിയ മേയർ സൊഹ്റാൻ മംദാനി ഇപ്പോൾ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാണ്. ന്യൂയോർക്ക് കണ്ട എക്കാലത്തെയും വലിയ വിപ്ലവകാരി എന്നൊക്കെ പറഞ്ഞ് അധികാരത്തിലേറിയ മംദാനിക്ക് സ്വന്തം ഹിജാബ് സ്നേഹം തന്നെ വിനയായിരിക്കുകയാണ്. ലോകം മുഴുവൻ സ്ത്രീ സ്വാതന്ത്ര്യത്തിനായി പോരാടുമ്പോൾ ന്യൂയോർക്കിന്റെ മേയർ കസേരയിൽ ഇരുന്ന് മംദാനി നടത്തിയ ഒരു പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ തനി നിറം പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. സംഭവം നടന്നത് ലോക ഹിജാബ് ദിനത്തിലാണ്. ന്യൂയോർക്ക് മേയറായ സൊഹ്റാൻ മംദാനി മുസ്ലിം മതമൗലികവാദികളെ സുഖിപ്പിക്കാൻ വേണ്ടി ഒരു ട്വിറ്റർ പോസ്റ്റ് ഇട്ടു. മുസ്ലിം സ്ത്രീകളുടെ വിശ്വാസത്തിന്റെയും ഐഡന്റിറ്റിയുടെയും അഭിമാനത്തിന്റെയും അടയാളമാണ് ഹിജാബ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. ഹിജാബ് ധരിക്കുന്നത് സ്ത്രീകളുടെ വലിയൊരു ചോയ്സ് ആണെന്നുമൊക്കെ അദ്ദേഹം തട്ടിവിട്ടിട്ടുണ്ടായിരുന്നു പോസ്റ്റിൽ. പക്ഷെ പണി കിട്ടിയത് അങ്ങ് ഇറാനിൽ നിന്നും ഇറാഖിൽ നിന്നുമൊക്കെ ആയിരുന്നു. പ്രശസ്ത ഇറാനിയൻ അമേരിക്കൻ മാധ്യമ പ്രവർത്തക മസീഹ് അലിനജാദ് മംദാനിയെ പരസ്യമായി ചോദ്യം ചെയ്തു. മിസ്റ്റർ മംദാനി, ശരിക്കും ഇപ്പോൾ തന്നെ ഇത് വേണമായിരുന്നോ എന്നായിരുന്നു അവരുടെ ചോദ്യം. എൻ്റെ രാജ്യത്ത് സ്ത്രീകൾ ഹിജാബ് വേണ്ടെന്ന് വെച്ചതിൻ്റെ പേരിൽ, അത് വലിച്ചൂരിയതിൻ്റെ പേരിൽ വെടിയേറ്റ് മരിക്കുമ്പോഴും ജയിലിൽ കിടക്കുമ്പോഴും നിങ്ങൾ ന്യൂയോർക്കിലിരുന്ന് ഈ വസ്ത്രത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമെന്ന് വിളിച്ച് ആഘോഷിക്കുന്നത് കാണുമ്പോൾ വേദനയുണ്ട്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഞങ്ങളെ പീഡിപ്പിക്കുന്നവരുടെ പക്ഷത്താണ് നിൽക്കുന്നത്. ഇതായിരുന്നു മസീഹിന്റെ മറുപടി. ചെകിട്ടത്തടിച്ച പോലെ ഒരു മറുപടി. ആരാണ് ഈ സൊഹ്റാൻ മംദാനി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രശസ്ത സംവിധായിക മീര നയ്യരുടെ മകനാണ് ഇദ്ദേഹം. ഈ അടുത്ത് പുറത്തു വന്ന കുപ്രസിദ്ധമായ എപ്സ്റ്റീൻ ഫയലുകളിൽ മീര നയ്യരുടെ പേരും ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെട്ടിരുന്നു എന്നത് വലിയ ചർച്ചയായിരുന്നു. അമ്മയുടെ സിനിമാ പാരമ്പര്യത്തെക്കാൾ മംദാനിക്ക് താല്പര്യം ന്യൂയോർക്കിലെ മതമൗലികവാദികളുടെ വോട്ട് ബാങ്കിലാണ്. പലസ്തീൻ അനുകൂല നിലപാടുകളുടെ പേരിൽ ജൂതവിരുദ്ധത പരസ്യമായി പ്രകടിപ്പിക്കുന്ന ഒരു ഇസ്ലാമിസ്റ്റ് ലെഫ്റ്റ് ലൈനാണ് മംദാനി എപ്പോഴും പിടിക്കാറുള്ളത്. ന്യൂയോർക്ക് മേയർ സ്ഥാനത്തേക്ക് ഇദ്ദേഹം എത്തിയത് തന്നെ ഇത്തരം തീവ്ര നിലപാടുകളുള്ള വോട്ടുകൾ സമാഹരിച്ചുകൊണ്ടാണ്. മംദാനിയുടെ ഈ ഹിജാബ് പോസ്റ്റ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് ന്യൂയോർക്കിലെ ജനങ്ങളല്ല, മറിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിലെ കമ്മി സുഡാപ്പി വൃത്തങ്ങളാണ്. ന്യൂയോർക്കിൽ ഒരു സഖാവ് മേയറായി, അതും പാലസ്തീൻ അനുകൂലി എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ സൈബർ ഇടങ്ങളിൽ വലിയ ഫാൻ ബേസ് തന്നെ ഇദ്ദേഹത്തിനുണ്ട് ഈ കമ്മി സുഡാപ്പി വൃത്തങ്ങളിൽ. കേരളത്തിലെ ചർച്ചകളിലും നമ്മളിത് സ്ഥിരം കേൾക്കാറുള്ളതാണ്. ഹിജാബ് എൻ്റെ ചോയ്സ് ആണ്, എൻ്റെ അവകാശമാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്ന ചില മുസ്ലിം സ്ത്രീകൾ. ശരിക്കും അത് ആ സ്ത്രീകളുടെ ചോയ്സ് ആണോ, അതോ അവരുടെ ഇക്കയുടെ ചോയ്സ് ആണോ? ഇത്തയ്ക്ക് ഇവിടെ പ്രത്യേകിച്ച് ചോയ്സ് ഒന്നുമില്ല. ഇത്തമാർ പലപ്പോഴും ചോയ്സ്ലെസ് ആണ് എന്നതാണ് സത്യം. ഹിജാബ് ധരിക്കാത്തതിൻ്റെ പേരിൽ ഇറാഖിലും ഇറാനിലും സ്ത്രീകൾ അനുഭവിക്കുന്നത് സമാനതകളില്ലാത്ത ക്രൂരതകളാണ്. ഹിജാബ് ശരിയല്ലെന്ന് പറഞ്ഞ് തെരുവിലിറങ്ങുന്ന സ്ത്രീകളെ അവിടെ ഭരണകൂടം നേരിടുന്നത് പച്ചയ്ക്ക് കത്തിച്ചും ബലാത്സംഗം ചെയ്തുമാണ്. തുണി അഴിച്ചു നിർത്തി തണുത്ത വെള്ളം ദേഹത്ത് അടിച്ചു പീഡിപ്പിക്കുന്ന മത പോലീസിന്റെ ക്രൂരതകൾക്കെതിരെയാണ് ആ സ്ത്രീകൾ പോരാടുന്നത്. ആ പോരാട്ടത്തെയാണ് മംദാനി ന്യൂയോർക്കിലിരുന്ന് ഹിജാബ് സ്നേഹം പറഞ്ഞ് അപമാനിച്ചത്. ചുരുക്കത്തിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ വോട്ട് ചോദിച്ച് ജയിച്ച മംദാനി ഒടുവിൽ മതമൗലികവാദികളുടെ ചട്ടുകമായി മാറുന്ന കാഴ്ചയാണ് ന്യൂയോർക്കിൽ കാണുന്നത്. ഹിജാബ് കത്തിച്ച സ്ത്രീകൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന കാലത്ത് ഹിജാബിനെ പ്രകീർത്തിച്ച് പോസ്റ്റിടുന്ന ഇത്തരം പുരോഗമനവാദികൾ യഥാർത്ഥത്തിൽ ആരുടെ പക്ഷത്താണെന്ന് തിരിച്ചറിയാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. ന്യൂസ് ഡെസ്ക് മലയാളം.